ലൈംഗിക പീഡനം, ഭ്രൂണഹത്യാ കേസുകളിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ച് പോലീസ്. രാഹുൽ പോയതെന്ന് കരുതുന്ന ചുവന്ന കാർ സെലിബ്രിറ്റിയുടേതാണോ എന്നും പരിശോധിക്കുന്നു. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറുമായി സൈബർ പോലീസ് തെളിവെടുപ്പ് നടത്തും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോകൾ ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. പരാതികൾക്കെതിരെയാണ് മെൻസ് കമ്മീഷൻ. നിങ്ങൾ മീഡിയക്കാർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാണ് കേസ്. വെറുതെ നിങ്ങൾ കയറി നോക്കുക ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ. ഈ പെൺകുട്ടിയുടെ ഇവിടെ കേൾക്കാൻ പറ്റുമോ, ഈ പെൺകുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് കേസ്. ഫോട്ടോ പബ്ലിഷ് ചെയ്തു നിങ്ങൾ നോക്കിയാൽ പോലെ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. സൈബർ അധിക്ഷേപ പരാതിയിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹർജി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ നീക്കം, രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഷഫീദ് റാവുത്തർ വിവരിക്കും. പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംനയും ചേരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതും അതോടൊപ്പം തന്നെ ദുരൂഹത, CCTV അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആയിഷത്തുൽ ഷംന വിവരിക്കാൻ പോകുന്നത്. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ചു. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തറിയും വിധം ചില നീക്കങ്ങൾ നടത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ കേസ് എടുത്തത്. ഈ പെൺകുട്ടി തന്നെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷിന് പരാതി നൽകിയതും. ഇതിന് പിന്നാലെയുള്ള ആദ്യ അറസ്റ്റ് അത് രാഹുൽ ഈശ്വറിന്റേതായിരുന്നു. രാഹുൽ ഈശ്വറിനെ ഇന്നലെയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ നോൺ ബെയിലബിൾ ഒഫൻസ് അടക്കം ചുമത്തി തുടർ നടപടികൾ നടത്തിവരുന്നത്. അല്പസമയം മുൻപ് അദ്ദേഹത്തെ പൗടിക്കോണത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇദ്ദേഹം ഈ വീഡിയോകൾ, രാഹുൽ ഈശ്വർ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ലാപ്ടോപ്പ് കണ്ടെത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പൗടിക്കോണത്തെ വീട്ടിൽ തുടരുകയാണ്. അതിനിടെയാണ് ഈ കേസിലെ 4ാം പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ അതുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി അത് നൽകിയിട്ടുണ്ട്. സെഷൻസ് കോടതി അതിപ്പോൾ ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ തന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ സന്ദീപ് വാര്യറിന്റെ വാദം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കേസിലെ മറ്റു പ്രതികളുടെ അറസ്റ്റിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനായി സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായിട്ടുള്ള തെരച്ചിൽ അത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. വരുന്ന ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് തലപ്പത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും അദ്ദേഹം പിന്നീട് മുൻകൂർ ജാമ്യം തേടുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം അടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നീക്കം. കൂടാതെ പരമാവധി തെളിവ് ശേഖരണം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അശാസ്ത്രീയ ഗർഭചിത്രം എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ മൊഴി, മെഡിക്കൽ രേഖകൾ, 2 ഈ പെൺകുട്ടി പറഞ്ഞ സ്ഥലങ്ങളിൽ രാഹുൽ ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഫോൺ ടവർ ലൊക്കേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു സംശയം കൂടി ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത്, പാലക്കാട് നിന്ന് MLA വാഹനം ഉപേക്ഷിച്ച് രാഹുൽ രക്ഷപ്പെട്ടത് ഒരു ചുവന്ന ഫോക്സ് വാഗൻ കാറിലാണ് എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതൊരു സെലിബ്രിറ്റിയുടേതാണോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫിനായി പത്തനംതിട്ടയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.